പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽസിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എന്നാ ചർച്ച ചെയ്യണത്, കളരിപ്പയറ്റിലിപ്പോൾ വഴക്കം എന്ന് പറയണത്, ശരീരത്തിൻ്റെ വഴക്കം എന്ന് പറയണത് നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ എത്രമാത്രം ഗുണപ്പെടും അല്ലെങ്കിൽ അതിൽ എത്രമാത്രം ആവശ്യകതയുണ്ടെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എടുത്ത് നോക്കിയാൽ പഴയ കളരിപ്പയറ്റിൽ വഴക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ലെന്നും അതുപോലെ തന്നെ ആയുധ പയറ്റുകളിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കയറി കാണണം, ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളരിപ്പയറ്റിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ചില തൊഴുതുകളൊക്കെ വരുമ്പോൾ നമ്മൾ തൊഴുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തൊഴുതുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ ആവശ്യകത സ്ട്രീറ്റ് ഫൈറ്റിങ്ങിനുണ്ടോ എന്നും പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണിത്. നേരെ വീഡിയോയിലേക്ക്. ഇത് നമ്മൾ ഏകദേശം 3 മാസം 90 ദിവസ പരിശീലനം കൊണ്ട് നേടിയെടുത്ത മെയ്പേറ്റിൻ്റെ ഒരു വശമാണ് കാണിക്കുന്നത്. അപ്പോൾ അമർച്ചകളൊക്കെ കണ്ടോ, അത്രയും നമ്മൾ വളഞ്ഞൊക്കെ ഇപ്പോഴത്തെ ഇതിലെടുക്കുന്നുണ്ട്. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. മാക്സിമം അത് പുറകിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ അത്രയും ബെൻഡ് നമ്മൾ ചെയ്ത് പഠിക്കണം. എന്നാൽ പ്രാക്ടിക്കലി നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിൽ ഇത്രയും ബെൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. ടെക്നിക്കുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ വളഞ്ഞ് എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ആ അടുത്ത സ്റ്റെപ്പുകൾക്ക് അത്രയും താന്നെടുക്കേണ്ട കാര്യമില്ല. അത് ഉയർത്തിയിട്ടുള്ളത് നമ്മുടെ ലെഗിൻ്റെ ഇതനുസരിച്ചാണ്. ഇത് മൈപ്പേറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട് തൊട്ട് മൈപ്പ് തൊട്ട് കൈ വീതിരുത്തി തൊഴുത് എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് ടെക്നിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്ര ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വേറെയാണ്, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് വേറെയാണ്. ഉയരുമ്പോൾ ഒക്കെ ഉണ്ടോ, കൈയുടെ ഒരു ബാലൻസും കാലിൻ്റെ ബാലൻസും ഒക്കെ ഉണ്ടോ, അതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതൊന്നും തന്നെ നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ സാധ്യമല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങളുണ്ട്, പിന്നീട് വരുന്ന വീഡിയോയിൽ നമ്മൾ വിവരിക്കുന്നതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, വളരെ ശ്രദ്ധിക്കുക. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുക, ഒരു കിക്ക് വരുമ്പോൾ കണ്ടോ, നമുക്ക് അത്രയും വളഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് തിരിച്ച് കയറാൻ പാടില്ല, അവിടെ അടി കിട്ടാൻ ഇതുപോലെ ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ട കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വളഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അടുത്ത കിക്ക് വരാനുള്ളൊരു സാധ്യത കൂടുതലല്ലേ. നോക്കിയേ കണ്ടോ, അവിടെ തിരിഞ്ഞ് കിക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ നമ്മൾ അല്പം മാറി നിന്നാൽ കഴിഞ്ഞു. നിലം തെന്നി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മാറുമ്പോൾ കണ്ടോ, നമ്മൾ അത്രയും മാറി കയറേണ്ട കാര്യമില്ല. വളരെ അടുത്ത് നിന്നതേ ഇതുപോലെ ചെയ്യാൻ പറ്റും കണ്ടോ. ആ കാലിൽ ചവിട്ടിയ ആൾ താഴേക്ക് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. പഴയ കാലത്തു നിന്ന് വ്യത്യസ്തമായിട്ട് കളരിപ്പയറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതുപോലൊരു ഫ്ലെക്സിബിലിറ്റി ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ബോധ്യപ്പെടും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിൽ ഇത് ആവശ്യമില്ല. മോർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന അപകടമാണ്. കാരണം വെച്ചാൽ അരയുടെയൊക്കെ ബലം കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപാട് ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ആണെങ്കിൽ നമ്മൾ നോക്കിയേ, ഒന്ന് ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം ആകെ ഫെയിലാകാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ അതാണ് വേണ്ടത്, ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗയിൽ പോലും ഇപ്പം ആർട്ടിസ്റ്റിക് യോഗ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ജിംനാസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ട്രഡീഷണൽ യോഗയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മറ്റൊരവസ്ഥ. അതുതന്നെയാണ് ഇപ്പോൾ കളരിപ്പയറ്റിൽ വന്നിരിക്കുന്ന അപജയങ്ങൾക്ക് കാരണവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി അല്ല സ്ട്രീറ്റ് ഫൈറ്റിങ്ങിന് ആവശ്യം, മറിച്ച് അരയുടെ ബലവും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.